നമസ്കാരം, ഞാൻ അനുപമ. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നഗരത്തിലെ റോഡുകൾ തകർന്നതും അനധികൃത പാർക്കിംഗും വാഹനയാത്രക്കാരെ വലയ്ക്കുന്നു. വഴിയോര കച്ചവടം കാൽനട യാത്രക്കാർക്ക് ഭീഷണി. മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ലെന്ന് എം.എ. ബേബി. നിക്ഷേപ ശക്തികളുടെ താൽപര്യം സംരക്ഷിക്കാൻ മാധ്യമങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രമിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു. പത്തനംതിട്ട മുതൽ പ്ലാച്ചേരി വരെ റോഡ് പൂർണ്ണമായും തകർന്നു. ചേനപ്പാടി കരിമ്പുകയം ചെക്ക് ഡാമിന് ഭരണാനുമതിയായി. 3,75 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ടെൻഡർ നടപടിയായെന്ന് ഡോക്ടർ എൻ ജയരാജ് എം.എൽ.എ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരത്തിൽ ഏറെ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗതാഗതക്കുരുക്കിന് ശമനമായിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അനധികൃത പാർക്കിംഗുമാണ് ഇതിന് കാരണം. വഴിയോര കച്ചവടക്കാരുടെ വർധനവും നഗരത്തെ കൂടുതൽ ഗതാഗതക്കുരുക്കിലാക്കുന്നു. ശാസ്ത്രീയമായ നിരവധി ഗതാഗത പരിഷ്കാരങ്ങൾ കോട്ടയം നഗരത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇവിടെ. ജില്ലാ പോലീസ് മേധാവിയായി എം.പി. ദിനേശ് ചാർജ് എടുത്ത ശേഷം നിരവധി ഗതാഗത പരിഷ്കാരങ്ങൾ മാറി മാറി പരീക്ഷിച്ചുവെങ്കിലും ഇതൊന്നും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സഹായമായില്ലെന്നതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ. മിനിറ്റുകൾ മാത്രം കടന്നുപോകാൻ എടുക്കുന്ന നഗരത്തിലൂടെ മണിക്കൂറുകൾ കുരുക്കിലകപ്പെട്ട ശ്വാസം മുട്ടിയാണ് ജനം കടന്നുപോകുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥയാണ് ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണം. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അനധികൃത പാർക്കിംഗും നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. ഫുട്പാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വഴിയോര കച്ചവടക്കാർ കയ്യേറി. കാൽനട യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിലെ മാധ്യമങ്ങൾ കുറവുകൾക്കിടയിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികളുടെ തനിനിറം പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളുടെ അതിപ്രസരം മൂലം ചർച്ച ചെയ്യേണ്ട പല സംഭവങ്ങളും ചർച്ച ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയകളുടെ സാന്നിധ്യം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എം.എ. ബേബി പറഞ്ഞു. മാധ്യമങ്ങളുടെ അതിപ്രസരം മൂലം ചർച്ച ചെയ്യേണ്ട പല സുപ്രധാന കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കുറവുകൾക്കിടയിലും മാധ്യമങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ മൂലധന നിക്ഷേപകരുടെ താൽപര്യം കണക്കിലെടുക്കുന്നതിനാൽ ജനാധിപത്യപരമായ സംവാദം വേണ്ടത്ര നടത്താൻ കഴിയാതെ വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഥവാ മാധ്യമങ്ങളുടെ ഉടമസ്ഥത മുഖ്യമായും കുത്തകവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് പൊതുവിൽ ജനാധിപത്യപരമായ ഒരു പങ്ക് നിർവഹിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യമാണ് അല്പസമയമെടുത്ത് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ട്. കാര്യം മാധ്യമങ്ങളുടെ പങ്ക് ഏതൊരു സമൂഹത്തിലും ആ സമൂഹത്തിൽ മേധാവിത്വം വഹിക്കുന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലാണ് നീങ്ങുന്നത്. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഉണ്ടായിട്ടില്ലാത്ത അത്ര പൌരാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നും എം.എ. ബേബി കുറ്റപ്പെടുത്തി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് T.N. സീമ MP അധ്യക്ഷയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം VR ഭാസ്കരൻ, കൃഷ്ണകുമാരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ പ്രധാന പാതയായ പുനലൂർ മൂവാറ്റുപുഴ റോഡ് തകർന്നു. പത്തനംതിട്ട മുതൽ കോട്ടയം ജില്ലാ അതിർത്തിയായ പ്ലാച്ചേരി വരെ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായി. ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കണ്ടിട്ട് മലമുകളിലൂടെയുള്ള മോട്ടോർ ഷോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. ഈ റോഡിലെ പത്തനംതിട്ട മുതൽ പ്ലാച്ചേരി വരെയുള്ള 35 കിലോമീറ്റർ ദൂരം വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും നടുവൊടിക്കുന്ന രീതിയിലാണ് യാത്ര. മഴ ശക്തിയായതോടെയാണ് റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. 1 മണിക്കൂർ കൊണ്ട് പിന്നിടുന്ന ദൂരം ഇപ്പോൾ റോഡിലൂടെ കടന്നുപോകണമെങ്കിൽ 2 മണിക്കൂറോളം വേണം. പത്തനംതിട്ട മുതൽ പ്ലാച്ചേരി വരെ റോഡ് ഒരേ രീതിയിൽ തകർന്നിരിക്കുന്നു എന്നത് അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. കുഴിയും കുന്നും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്ത് ദിവസവും നിരവധി വാഹനങ്ങൾക്ക് കേടു സംഭവിക്കുന്നുണ്ട്. തകർന്ന റോഡിലൂടെ രോഗികളെ വേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാൻ പോലും കഴിയാറില്ല. ഇരുചക്ര വാഹന യാത്രക്കാർ ഗട്ടറുകളിൽ വീണ് അപകടം പറ്റുന്നത് നിത്യസംഭവമാണ്. അപകടം തുടർക്കഥയായതിനാൽ ചിലയിടങ്ങളിൽ നാട്ടുകാർ ഗട്ടറിൽ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. 3 മാസമായി തുടരുന്ന ശക്തമായ മഴയും റോഡിന്റെ നില
തീർത്തും പരിതാപകരമാക്കിയിരിക്കുകയാണ്. ശബരിമല സീസണിൽ ടാർ ചെയ്ത് പ്ലാസ്റ്ററിംഗ് നടത്തിയ റോഡുകളാണ് 6 മാസം പിന്നിട്ടപ്പോൾ തോടുകളായി മാറിയത് എന്നതാണ് ശ്രദ്ധേയം. മഴ മാറിയാലുള്ള ചാകര പ്രതീക്ഷിച്ച് റോഡ് കോൺട്രാക്ടർമാർ കഴിയുമ്പോൾ ജനങ്ങളുടെ നടുപൊടിച്ചുള്ള യാത്ര തുടരുകയാണ്. ക്യാമറാമാൻ ജയേഷ് ആലപ്പുഴയ്ക്കൊപ്പം രജിത് കുമാർ, ന്യൂസ് ബ്യൂറോ, മണിമല. ചേനപ്പാടി കരിമ്പുകയം ചെക്ക് ഡാമിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതിയായി. 3,75 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളായെന്ന് ഡോക്ടർ എൻ ജയരാജ് MLA അറിയിച്ചു. കരിമ്പുകയം കുടിവെള്ള പദ്ധതിക്കായി തടയണ നിർമ്മിക്കുവാൻ സംസ്ഥാന സർക്കാർ 3,75 ലക്ഷം രൂപ അനുവദിച്ചു. ചേനപ്പാടി ഇളങ്കാവ് ക്ഷേത്രത്തിന് സമീപം മണിമലയാറിന് കുറുകെയാണ് തടയണ നിർമ്മിക്കുന്നത്. കുടിവെള്ള പദ്ധതിക്കായി ജലസേചന വകുപ്പ് 90 ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചിരുന്നു. ഗ്രൗണ്ട് ലെവൽ റിസർവോയറിന്റെയും പമ്പ് ഹൌസിന്റെയും നിർമ്മാണവും പൂർത്തീകരിച്ചു. 18 കോടി രൂപ ചിലവഴിച്ച് പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ചിറക്കടവ്, കാഞ്ഞിരപ്പള്ളി, എലിക്കുളം പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് കരിമ്പുകയം കുടിവെള്ള പദ്ധതി. തടയണ നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികളായെന്ന് ഡോക്ടർ എൻ ജയരാജ് MLA പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് 3,10 ലക്ഷം രൂപ ഇതിനുവേണ്ടി അനുവദിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് അതിൻ്റെ ടെൻഡർ നോട്ടീസ് പോവുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കരിമ്പുകയം ചെക്ക് ഡാം ഒരു പ്രധാനപ്പെട്ട പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക്, അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ്. കരിമ്പുകയം ചെക്ക് ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കരിമ്പുകയം ചെക്ക് ഡാം വന്നു കഴിയുമ്പോഴത്തേക്ക് 18 കോടി രൂപ ഇപ്പോൾ അനുവദിച്ച് ടെൻഡറായി കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി, എലിക്കുളം, ചിറക്കടവ് പഞ്ചായത്തുകളുടെ കരിമ്പുകയം പദ്ധതിയുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അതും ടെൻഡറായി കഴിഞ്ഞു. 18 കോടി രൂപയാണ് സംസ്ഥാന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മേഖലയുടെ കുടിവെള്ളത്തിന് വളരെ ശാശ്വതമായൊരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് കരിമ്പുകയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല, കരിമ്പുകയം പദ്ധതി ചെക്ക് ഡാം പൂർത്തീകരിക്കുന്നതോടുകൂടി കാഞ്ഞിരപ്പള്ളി ബേസ്ഡ് ആയിട്ടുള്ള ജലോത്സവം സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. തടയണയുടെ മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ 6 മീറ്റർ വീതിയിൽ പാത നിർമ്മിക്കും. തടയണയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ജലോത്സവം സംഘടിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരുന്തം. LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ കോട്ടയം ജില്ലയിൽ നിന്നും 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KJ തോമസ്. സമരത്തെ നേരിടാൻ പ്രാകൃത രീതിയാണ് മുഖ്യമന്ത്രി അവലംബിക്കുന്നത്. പങ്കെടുക്കുന്ന പ്രവർത്തകർക്കെതിരെ കള്ളക്കേസുകളും ചുമത്തുന്നു. മുഖ്യമന്ത്രി രാജിവെച്ചതിന് ശേഷമേ സമരം അവസാനിപ്പിക്കൂ എന്നും KJ തോമസ് കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര സേനയും അതുപോലെ കേരള പോലീസും യോജിച്ച് ഇതിനോടകം തന്നെ കേരളത്തിൽ ഒട്ടേറെ കള്ളക്കേസുകൾ എല്ലാവരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. ഒട്ടേറെ കേസുകൾ എടുത്തിട്ടുണ്ട്. 1000-കണക്കിന് കേസുകൾ പലയിടത്തുനിന്ന് കോട്ടയം ജില്ലയിലും എടുത്തിട്ടുണ്ട്. അതാണ് ഈ ഗവൺമെന്റിന്റെ നയം. ഇതിനെയെല്ലാം ജനകീയ പ്രക്ഷോഭത്തിൽ കൂടി നേരിടുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയം. മണിമലയിലെ തിരുവിതാംകൂർ നാടൻ കലാഗ്രാമ പദ്ധതിയുടെ കെട്ടിട സമുച്ചയങ്ങളുടെ ശിലാസ്ഥാപനം അടുത്ത മാസം നടക്കും. കേരള ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന അർദ്ധ സർക്കാർ സ്ഥാപനത്തിനാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണ ചുമതല. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാന ഫോക്ലോർ അക്കാദമി മണിമലയിൽ നിർമ്മിക്കുന്ന നാടൻ കലാഗ്രാമത്തിന്റെ നിർമ്മാണം സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും. കെട്ടിട സമുച്ചയത്തിനായി സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത സ്ഥലത്ത് ആദ്യം തയ്യാറാക്കിയ രൂപരേഖ അനുസരിച്ച് കെട്ടിടം നിർമ്മിക്കാനാവാതെ വന്നതാണ് നിർമ്മാണം വൈകാൻ കാരണമായി സാംസ്കാരിക വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ആറന്മുള വാസ്തുവിദ്യാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ആദ്യം തയ്യാറാക്കിയ രൂപരേഖ ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ ചുമതല കേരള ഫോറസ്റ്റ് ഇൻഡസ്ട്രീസിന് നൽകിയത്. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന സ്ഥലത്ത് കേരള ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് പ്രാഥമിക സർവേ പൂർത്തിയാക്കി. ഈ സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ഗ്രാമപഞ്ചായത്ത് അനുമതിയും നൽകിയിട്ടുണ്ട്. കുത്തനെയുള്ള സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിന് കനത്ത മഴ തടസ്സമായതും നിർമ്മാണത്തെ ബാധിച്ചിട്ടുണ്ട്. നാടൻ കലാഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള ഓഫീസ് മന്ദിരം, പ്രദർശന മന്ദിരം, കൂത്തമ്പലം തുടങ്ങിയവയുടെ നിർമ്മാണമായിരിക്കും ആദ്യം നടക്കുക. ന്യൂസ് ബ്യൂറോ, മണിമല. കോട്ടയത്ത് നടക്കുന്ന 10ാമത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ആവേശം പകർന്നത് വിപ്ലവ ഗായിക PK മേദിനിയുടെ സജീവ സാന്നിധ്യമാണ്. 80കളുടെ നിറവിലും മേദിനിയുടെ സ്വരമാധുര്യം പ്രവർത്തകരെ ആവേശത്തിലാക്കി. പുളകങ്ങളെ വീരപുളകങ്ങളെ
പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരുടെ സ്മരണകൾ ഇരമ്പുന്ന ഗാനങ്ങൾ പാടി പ്രവർത്തകർക്ക് ആവേശം പകരുകയാണ് വിപ്ലവ ഗായിക പി.കെ. മേദിനി. 80 വയസ്സിന്റെ നിറവിലും കർമ്മനിരതയായിരിക്കുന്ന മേദിനിയുടെ സ്വരമാധുര്യം പ്രവർത്തകരിൽ സമരവീര്യം ഉണർത്തി. കോട്ടയത്ത് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മേദിനി രക്തം ചീന്തിയ പുന്നപ്ര വയലാർ സമരത്തിന്റെ സ്മരണകൾ വരികളിൽ നിറച്ച് പാടുകയാണ്. കേരളത്തിന്റെ രോമാഞ്ചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി പാർട്ടിക്ക് വേണ്ടി സമരവേദികളിൽ സജീവമായിരുന്ന മേദിനിയെ കോട്ടയത്തെ വേദിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ആദരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളൂർ YMCAയിൽ കൂടിയ നാടൻ പന്തുകളിക്കാരുടെയും ടൂർണമെന്റ് സംഘാടക സമിതികളുടെയും സംയുക്ത യോഗത്തിൽ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. നാടൻ പന്തുകളിയുടെ വികസനവും ടൂർണമെന്റുകളുടെ ഏകോപനവും ലക്ഷ്യമാക്കിയാണ് ഫെഡറേഷൻ രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെഡറേഷൻ പ്രസിഡന്റായി സണ്ണി മീനടത്തെയും സെക്രട്ടറിയായി ഷാജി കുറിച്ചിയെയും ട്രഷറർ ആയി ഷാജി നാട്ടകത്തെയും തെരഞ്ഞെടുത്തു. മഴ കുറഞ്ഞതോടെ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. ഇതോടെ 4ാം തവണയും ദുരിതാശ്വാസ ക്യാമ്പിലെ താമസത്തിനു ശേഷം വിജയപുരം മധുരഞ്ചേരി നിവാസികൾ തിരികെ വീടുകളിലെത്തി. മുൻ വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ മധുരഞ്ചേരിയിൽ വെള്ളം കയറിയിട്ടുള്ളൂ. മീനന്തലയാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ പതിവിന് വിപരീതമായി 4 തവണ ഇവിടെ വെള്ളം കയറി. 9 കുടുംബങ്ങളിലെ 40ഓളം പേർക്ക് വടവാതൂർ EA LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്നു. ശനിയാഴ്ച വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയതിനെ തുടർന്ന് ഇവർ തിരികെ വീടുകളിലെത്തി. പ്രദേശത്ത് അടിഞ്ഞുകൂടിയ ചള്ള നീക്കം ചെയ്ത് വീണ്ടും താമസത്തിനൊരുങ്ങുമ്പോഴും ഇനിയും കാലവർഷം കനത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഇവർ. വളർത്തുമൃഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ സമീപത്തുള്ള വീടുകളിൽ എത്തിക്കുകയായിരുന്നു പലരും. സ്വന്തമായ സ്ഥലമില്ലാത്ത ഇവർക്ക് താമസ സൌകര്യമൊരുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മണ്ണർകാട്. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ ചിറക്കടവ് ചെക്ക് ഡാമിന് സമീപം ഐക്കര വളവിലെ കലുങ്ക് അപകടാവസ്ഥയിലായി. ചെക്ക് ഡാമിൽ ജലനിരപ്പിന് ഉയർന്ന കലുങ്കിന് സമീപം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കലുങ്കിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നു. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ ചിറക്കടവ് ചെക്ക് ഡാമിന് സമീപമുള്ള ഐക്കര വളവിലെ കലുങ്ക് ഏതു സമയവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. ചെക്ക് ഡാമിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ പ്രദേശത്ത് കലുങ്കിന് സമീപം റോഡിൽ വെള്ളം കയറുക പതിവാണ്. വെള്ളം കെട്ടിക്കിടന്ന് കലുങ്കിന്റെ മധ്യഭാഗത്ത് കുഴി രൂപപ്പെട്ടത് പ്രദേശവാസികൾ കല്ലും മണ്ണുമിട്ട് മൂടിയെങ്കിലും കലുങ്കിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന സ്ഥിതിയിലാണ്. ഐക്കര വളവിൽ റോഡിന് വീതി കുറഞ്ഞ ഭാഗത്ത് കലുങ്കിന് സമീപം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ദിവസേന ഇതുവഴി കടന്നുപോകുന്നു. കലുങ്കിന്റെ വീതി കൂട്ടി റോഡിലെ വളവ് നിവർത്തണമെന്ന ആവശ്യമുയർന്നിട്ട് ഏറെ നാളായി. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഈ ആവശ്യം അവഗണിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുലത്തൊഴിലായ പപ്പട നിർമ്മാണം പഞ്ചായത്ത് അധികാരികൾ തടസ്സപ്പെടുത്തിയതിനെതിരെ എലിക്കുളത്ത് വീട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 7ാം മൈൽ കൂനാനിക്കൽ പൊന്നമ്മ വേലായുധനാണ് പരാതി നൽകിയത്. കുലത്തൊഴിലായ പപ്പട നിർമ്മാണം തടസ്സപ്പെടുത്തിയ എലിക്കുളം പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് 2ാം വാർഡിലെ താമസക്കാരിയായ 7ാം മൈൽ കൂനാനിക്കൽ പൊന്നമ്മ വേലായുധൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. അയൽവാസിയുടെ പരാതിയെ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെ നടപടി. പപ്പട നിർമ്മാണ യൂണിറ്റിൽ നിന്നും പുറത്തേക്ക് ഉയരുന്ന പുക തന്റെ പുരയിടത്തിലേക്ക് വരുന്നതായും ഇതുമൂലം ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നതുമായി കാണിച്ച് അയൽക്കാർ പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് പുകക്കുഴൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. പരാതിക്കാരന്റെ വീടുമായി മീറ്ററുകൾ അകലെയാണ് തങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് ന്യായീകരണമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തങ്ങൾക്ക് ഇതോടെ ഏക വരുമാനമാർഗം ഇല്ലാതായതായി വീട്ടുകാർ പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ നീതിയുക്തമായ നടപടി പ്രതീക്ഷിക്കുന്നതായും ഈ വിഷയത്തിൽ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിലപാടുകൾക്ക് ന്യായീകരണമില്ലെന്നും വീട്ടുകാർ അറിയിച്ചു. ഇത് ഞങ്ങളോട് തീർത്തും വൈരാഗ്യത്തോടു കൂടിയ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ ഇത് രണ്ടുപേരുടെയും പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതല്ല, ഇത് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഇത്. പഞ്ചായത്തിന്റെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പാലാ പൊൻകുന്നം റോഡിലെ 7ാം മൈലിൽ റോഡ് പാടെ തകർന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായി.
കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പാലാപൻകുന്നം റോഡിൽ 7-ാം മൈൽ ഭാഗത്ത് റോഡ് തകർന്നു. പൂർണ്ണമായും തകർന്ന റോഡിലൂടെ വാഹനയാത്ര ദുസ്സഹമായി. ശക്തമായ മഴയിൽ ഈ ഭാഗത്ത് റോഡ് തകരുന്നത് നിത്യസംഭവമാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വെള്ളമൊഴുക്കും ശക്തമാണ്. നേരായ പാതയിൽ വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമാണെന്നും പ്രദേശവാസി പുരുഷോത്തമൻ നായർ പറഞ്ഞു. ഇങ്ങനെ കുണ്ടും കുഴിയായി കിടക്കുന്നതിന് പേരില്ലേ ഇപ്പം ഞാൻ ഈ റോഡ് സൈഡിൽ താമസിക്കുക എനിക്ക് മഹാബുദ്ധിമുട്ട്. ഞങ്ങൾക്കല്ല മൊത്തം ആൾക്കാർ മഹാബുദ്ധിമുട്ടാണ്. രാത്രി കാലങ്ങളിൽ വണ്ടി വലിച്ച് ആടുകയും ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയും പിന്നെ അവർക്ക് വെള്ളം കൊടുക്കുകയും എല്ലാം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ 2 ദിവസമായിട്ട് രണ്ട് വണ്ടി മറിയാൻ തുടങ്ങിയായിരുന്നു ഇവിടെ. അങ്ങനെ മഹാ കുഴപ്പങ്ങളാണ്. അല്ലെങ്കിൽ ഓട ഇല്ലാത്തതാണ് മഹാ കുഴപ്പം ഉണ്ടാക്കുന്നത്. കുണ്ടും കുഴിയുമായ റോഡിലൂടെ കാൽനടയാത്രയും ഏറെ ദുസ്സഹമാണ്. 2 വീലർ യാത്രക്കാരിൽ ഏറിയ പങ്കും കുഴിയിൽ വീഴാറാണ് പതിവ്. ഓട്ടോറിക്ഷകളുടെ ഗതിയും വ്യത്യസ്തമല്ല. ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ റോഡിലെ കുഴിയിൽ അകപ്പെടുന്നതായി ഡ്രൈവർമാർ പരാതിപ്പെട്ടു. ആഡംബര വാഹനത്തിലായാലും നടുവൊടിയാതെയുള്ള യാത്ര അസാധ്യം. കുഴികൾ കല്ലിട്ട് മൂടുന്നതിന് നാട്ടുകാർ നടത്തിയ ശ്രമവും പാഴ്വേലയായി. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീസ് അസോസിയേഷന്റെ 3ാമത് സമ്മേളനം ഈ മാസം 18-ന് കോട്ടയത്ത് നടക്കും. DC ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസ് കെ മാണി MP, ഡോക്ടർ ജെ പ്രമീളാദേവി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ P ഭാസ്കരൻ, മധ്യമേഖലാ പ്രസിഡന്റ് ഡോക്ടർ നരേന്ദ്രബാബു, ഡോക്ടർ നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. 3ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 18-ാം തീയതി കോട്ടയം DC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അത് അന്ന് രാവിലെ 9:30 ഒരു മ്യൂസിക് യങ് ഡോക്ടേഴ്സ് ഒക്കെ വരുന്നതാണ്. ഒരു മ്യൂസിക്കൽ ഫ്യൂഷൻ ഫംഗ്ഷനോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കൃത്യം 10:30-ക്ക് മുഖ്യമന്ത്രി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10:30-ക്ക് തുടങ്ങുന്ന അതിനകത്ത് കോട്ടയം ജില്ലയിൽ നിങ്ങളിപ്പോൾ ഓരോ പ്രദേശത്താണെങ്കിലും അവിടുത്തെ പ്രഗത്ഭരായ ചികിത്സരെ ആദരിക്കുക എന്നുള്ള ചടങ്ങ് ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അനുവർത്തിച്ചു വരുന്നതാണ്. കോട്ടയം ജില്ലയിലെ 7ഓളം പ്രഗത്ഭരായ ആയുർവേദ രംഗത്ത് ആയുർവേദ ചികിത്സയുടെ പ്രചാരണത്തിനും ചികിത്സാ വൈദഗ്ധ്യത്തിനും പ്രാവീണ്യം നേടിയിട്ടുള്ള 7ഓളം പ്രമുഖരായ ആയുർവേദ ഡോക്ടർമാരെ അന്നത്തെ ദിവസം മുഖ്യമന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതാണ്. ചിറക്കടവ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ക്വിസ് മത്സരം നടത്തുന്നു. UP ഹൈസ്കൂൾ തലത്തിൽ 2 വിഭാഗങ്ങളിലായാണ് മത്സരം. പൊതുവിജ്ഞാനമാണ് വിഷയം. വിവരങ്ങൾക്ക് ഫോൺ 9495 394592. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നഗരത്തിലെ റോഡുകൾ തകർന്നതും അനധികൃത പാർക്കിംഗും വാഹനയാത്രക്കാരെ വലയ്ക്കുന്നു. വഴിയോര കച്ചവടം കാൽനടയാത്രക്കാർക്ക് ഭീഷണി. മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ലെന്ന് MA ബേബി. നിക്ഷേപ ശക്തികളുടെ താൽപര്യം സംരക്ഷിക്കാൻ മാധ്യമങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രമിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു. പത്തനംതിട്ട മുതൽ പ്ലാച്ചേരി വരെ റോഡ് പൂർണ്ണമായും തകർന്നു. ചേനപ്പാടി കരിമ്പുകയം ചെക്ക് ഡാമിന് ഭരണാനുമതിയായി. 3,75 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ടെൻഡർ നടപടിയായെന്ന് ഡോക്ടർ N ജയരാജ് MLA. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.